ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ നമ്മുടെ ചന്ദ്രമതി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് മക്കളോട് തൻ്റെ സങ്കടം പറഞ്ഞ് ഇങ്ങനെ കരയുവാണ്. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തടാ, എന്നിട്ട് നീ എന്തൊരു ചതിയാടാ എന്നോട് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് അമ്മ ഇങ്ങനെ ചോദിക്കാം. അമ്മേ, ആ സമയത്ത് എനിക്ക് അതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മകൻ ഭയങ്കര കരച്ചിൽ. എനിക്ക് അറിയില്ലായിരുന്നു ശ്രുതി തന്നത് മുക്കുബണ്ടുവാണെന്നുള്ളതെന്നും. അമ്മേ ദേ, ഞാനതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് മകൻ അമ്മയോട് പറയുക. ഇതൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം. ഞാൻ എത്ര വട്ടം പറഞ്ഞു, എന്നിട്ടും പോലീസ് പോലും എന്നെ വിശ്വസിച്ചില്ല എന്നിങ്ങനെ പറയാട്ടോ. സങ്കടത്തോടെ കരഞ്ഞ് സുധി. എനിക്കറിയാം അമ്മേ, ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. അമ്മയോട് കള്ളം പറഞ്ഞ് ഞാനത് പണയം വെക്കാൻ പാടില്ലായിരുന്നു എന്നും എന്നോടൊന്ന് ക്ഷമിക്കമ്മേന്നും പറഞ്ഞ് മോൻ ഭയങ്കര കരച്ചിൽ. അപ്പം നീ കാരണം എനിക്ക് കുറേ കരയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അപമാനം സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി മോനെ എന്ന് ചന്ദ്രമതി പറയാം. അപ്പോഴും ശ്രുതിക്ക് ഭയങ്കര സങ്കടം. നിനക്കല്ലെങ്കിൽ എന്തറിയണമല്ലേ, നിനക്ക് നിന്നെക്കുറിച്ച് മാത്രമാണല്ലോ ചിന്ത, മറ്റുള്ളവരെക്കുറിച്ച് ഒരു ചിന്തയില്ലല്ലോ എന്നും. ഇന്നലെ രാത്രി മുതൽ ഒരു തുള്ളി വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല, ഇറങ്ങിയിട്ടില്ല ഒന്നുമെന്ന് ചന്ദ്രമതി പറയാം. ഉറങ്ങിയിട്ടില്ല ഞാൻ. അപ്പോൾ ഇതൊക്കെ കേട്ട് സച്ചി തൊട്ടരികൾ നിൽപ്പുണ്ട്. എടാ, കാശിന് ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് എന്നോട് ചോദിച്ചുകൂടെ, എന്നു മുതലാ നീ അമ്മയോട് കാര്യങ്ങൾ മറച്ചു വെച്ച് തുടങ്ങിയത് എന്ന് ചന്ദ്രമതി ചോദിച്ചു. സച്ചി ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കാം. നിനക്കൊരു വിഷമം വന്നാൽ ആദ്യം കത്തുന്നതേ എൻ്റെ നെഞ്ചാ, അറിയൂടാ നിനക്കതെന്നും ചോദിച്ച് ചന്ദ്രമതി ചോദിക്കുകയാണ്. എന്നിട്ടും നീ എന്നോടെല്ലാം മറച്ചു വെച്ചെന്നും പറഞ്ഞ് സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു കുഴിയിൽ നീ പോയി വീണില്ലേടാന്നും ചോദിച്ചു. സച്ചി അന്നേരം എല്ലാത്തിനും വളം വെച്ച് കൊടുത്തതും അമ്മ തന്നെയല്ലേ എന്ന് ചോദിച്ചു. ഇപ്പം കരഞ്ഞിട്ട് എന്താ കാര്യം? അതുവിട്, ബാ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് നമുക്ക് പിന്നെ പോകാം, ഇപ്പോൾ എനിക്ക് ഒരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു. വണ്ടി എടുക്കടാ. എങ്ങോട്ടാ പോകണ്ടേ? ഇവൻ ലോക്കപ്പിൽ കിടക്കാൻ കാരണക്കാരിയായി ഒരുത്തിയില്ലേ, എനിക്ക് മുക്കുപണ്ടം സമ്മാനമായിട്ട് തന്ന ഒരു ദരിദ്രവാസി, അവളുടെ അടുത്തേക്കാണ് പോകേണ്ടത്. അവൾ താമസിക്കുന്നിടത്തേക്ക് പോകണം, കാണണം എനിക്ക് അവളെ ഇന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ഭയങ്കര ത്രില്ലായി. കേരള അങ്ങോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും മക്കളും കൂടെ പോവുക. അങ്ങനെ ഇതൊന്നും അറിയാതെ നമ്മുടെ ശ്രുതിമോൾ അവിടെ ഭയങ്കര പ്രതീക്ഷയിലിരിക്കാം. ഈ സമയത്ത് ആ വീട്ടുമുറ്റത്തേക്ക് ഇവർ ചെല്ലുന്നു. ചെന്നങ്ങ് ഇറങ്ങി കോളിംഗ് ബെൽ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ട് നമ്മുടെ ശ്രുതിമോൾ ഇങ്ങനെ അവിടെ ഇരിക്കുവാണ്. അപ്പോൾ ഈ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ചെന്ന് വാതിൽ തുറന്നു. ശ്രുതി ചെന്ന് വാതിൽ തുറന്നപ്പോഴത്തേക്കും ദേ നമ്മുടെ ചന്ദ്രമതി. അയ്യോ, ആൻറ്റിയെ കണ്ടപ്പോഴത്തേക്കും എന്താ ശ്രുതിയുടെ സന്തോഷം. ശ്രുതി ഞെട്ടിപ്പോയി വിളിച്ചോണ്ട് പോകാൻ വന്നാന്ന് ഓർത്തത്. ചന്ദ്ര ഇവളെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് വലിയ ചിരിയും ചിരിച്ച് ഇങ്ങനെ അയ്യോ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഭയങ്കര ചിരിയും ചിരിച്ച്. അപ്പോൾ ഈ നിപ്പും മട്ടുമാതിരിയൊക്കെ കണ്ടു. അപ്പോൾ ഏതായാലും കത്തും എൻ്റെ സ്വർണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റു എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണെന്നോ തോന്നണേ. ആൻറ്റി വാ ഇരിക്കാം ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹപ്രകടനം. ചന്ദ്രമതി അകത്തേക്ക് കയറി ചെന്നു. കൊല്ലാൻ വന്നതാണെന്ന് അറിഞ്ഞില്ല. അപ്പം അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു എന്നെങ്കിലും ഒരു ദിവസം ആൻറ്റി വരും, എന്നെ കൂട്ടിക്കൊണ്ട് പോകും എന്നൊക്കെ. എന്നോട് ആൻറ്റിക്ക് ഇപ്പോഴും സ്നേഹമുണ്ടല്ലോ. സ്നേഹമില്ലായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തുവിട്ട ഗിഫ്റ്റ് ആൻറ്റി വാങ്ങിക്കില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ വന്നതേ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനല്ല എന്ന് ചന്ദ്ര. ശ്രുതി ഞെട്ടി. അത് ജന്മന് സംഭവിക്കില്ല എന്നും ചന്ദ്ര പറഞ്ഞു. നീ കൊടുത്തുവിട്ട വിലയേറിയ സമ്മാനത്തിന് പകരം ഞാനൊരു സമ്മാനം തരണമല്ലോ, അതിനു വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ശ്രുതി ഞെട്ടി നിൽക്കുക കേട്ടോ. കൂട്ടത്തു ശ്രുതിയുടെ ചെവിക്കല്ല് തീർത്ത ഒരൊറ്റ അടി എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ. ആൻറ്റി എന്തിനാ തല്ലിയ? എൻ്റെ മനസ്സ് മാറ്റി വീട്ടിൽ കയറി പറ്റാൻ വേണ്ടി മാത്രമല്ല, എന്നെ ജയിലിൽ കയറ്റാൻ കൂടിയാണ് നീ അങ്ങനെ ഒരു സമ്മാനം കൊടുത്തു വിട്ടതല്ലേടി എന്ന് ചോദിക്കുമ്പോൾ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് എന്നോട് പ്രതികാരം ചെയ്യാൻ നീ തിരഞ്ഞെടുത്ത വഴി എന്തായാലും കൊള്ളാമെന്ന് പറഞ്ഞു. ആൻറ്റി നീ ഒരു ഫ്രോഡാണ്, ക്രിമിനലാണെന്നൊക്കെ സച്ചി കൂടെ പറയാറുണ്ട്. നീ അങ്ങനത്തെ ഒരാളാണെന്ന് വീണ്ടും നീ തെളിയിച്ചിരിക്കുകയാണെന്ന് ചന്ദ്ര പിന്നെയും കൊടുത്തു ശ്രുതിക്കിട്ട്. കുറേ അടിച്ച് ശ്രുതിയെ അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് ഭയങ്കര ഇതാക്കി. അപ്പോൾ ആൻറ്റി എന്നെ ഇങ്ങനെ അടിക്കല്ലേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ശ്രുതി പറയുമ്പോൾ നിനക്ക് എല്ലാം ഞാൻ മനസ്സിലാക്കി തരാടി, അതിന് തന്നെ അടി ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ചന്ദ്ര നേരം പറഞ്ഞു. നിനക്ക് വീട്ടിലെ അവസ്ഥ അറിയാം, എൻ്റെ സ്വഭാവവും അറിയാം. എന്തെങ്കിലും ആവശ്യത്തിന് നീ വിട്ട സമ്മാനം പണയം വെക്കാനോ വിൽക്കാനോ പോകുമെന്നും നിനക്കറിയാം. സ്വർണ്ണമാണെന്നും പറഞ്ഞ് മുക്കുവണ്ടം നൽകി കബളിപ്പിച്ചതിന് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുമല്ലേടി. അതിനു വേണ്ടിയല്ലേടി നീ ഈ മുക്കുപണ്ടം എനിക്ക് സമ്മാനമായിട്ട് കൊണ്ട് തന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ഈശ്വര പെട്ടു എന്ന് പറഞ്ഞു നിൽക്കാം. അല്ല ആൻറ്റി എന്തൊക്കെ ഈ പറയുന്നേ? മുക്കുപണ്ടം അല്ല, സ്വർണ്ണം ഞാൻ ആൻറ്റിക്ക് സ്വർണ്ണമായിട്ട് കൊടുത്തു വിട്ടത്. എന്നിട്ടാണോടി അത് പണയം വയ്ക്കാൻ പോയി എൻ്റെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിലിട്ടതെന്ന് ചോദിച്ചു.
അത് കേട്ടപ്പോഴത്തേക്കും ശ്രുതി നടുങ്ങി. അയ്യോ പെട്ടു എന്ന് പറഞ്ഞ് നിൽക്കുക. നീ കൊടുത്തു വിട്ട സമ്മാനം നിനക്ക് തന്നെ തിരിച്ചു തരാൻ മീരെ ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രുതിയുടെ കയ്യിൽ കൊടുത്തയച്ചതാ. അവൻ ഞാനറിയാതെ അത് കൊണ്ടുപോയി ബാങ്കിൽ പണയം വെക്കാൻ നോക്കിയെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മുടെ ശ്രുതിമോള് നടുങ്ങി നിൽക്കുവാണ്. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാഗ്യത്തിന് ജയിലിൽ പോകേണ്ടതായിട്ട് വന്നില്ല എന്നും എന്നെ നീ കൊടുക്കാൻ നോക്കി, പക്ഷേ കുടുങ്ങിയതേ അവനാണെന്ന കാര്യവും പറഞ്ഞു. കുറച്ച് വിഷമമൊക്കെ ഉണ്ടായെങ്കിലും നിന്റെ കള്ളത്തരം പിടിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞു. അയ്യോ ആൻറ്റി നീ എന്തിനാടി ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിനക്ക് എന്താ അടി എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചന്ദ്ര ചോദിച്ചുകൊണ്ടിരിക്കുക. ആൻറ്റി അത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വായൊട്ടക്കടി ഇനി ഒന്നും പറയേണ്ടതെന്ന് പറഞ്ഞു കുറേ അടിച്ചു. അയ്യോ അടിക്കില്ല ആൻറ്റി, ഞാൻ മൂക്കുകൊണ്ട് അല്ല കൊടുത്തു വിട്ടത്, സ്വർണം തന്നെയാണ് കൊടുത്തു വിട്ടത്, അതും തനി സ്വർണമാണെന്ന് ശ്രുതി. ഇതിലെന്തോ കളി നടന്നിട്ടുണ്ട് ആൻറ്റി. ദേ ഞാൻ കൊടുത്തുവിട്ട സ്വർണം മാറ്റി ആരോ മുക്കുകൊണ്ടും വെച്ചതാണെന്ന കാര്യം ശ്രുതി പറയാം. നമ്മൾ തെറ്റിക്കാൻ വേണ്ടി ആരോ കരുതിക്കൂട്ടി ചെയ്തതാണെന്നൊക്കെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ ദേ മീരി ആയിരിക്കുമോ ചെയ്തതെന്ന് ശ്രുതി കൂടെ നിന്നോക്കിട്ട് തന്നെ പണിയുമാണ്. അല്ല പിന്നെ ആര് ചെയ്യാനാ? ദേ അവൾ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിച്ചതെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയാം. കള്ളത്തരം കാണിച്ചിട്ട് അത് കൂട്ടുകാരുടെ തലയിലിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നുടി. അയ്യോ ആൻറ്റി നിനക്കേ ആരോട് സ്നേഹമില്ലടി, എങ്ങനെയെങ്കിലും നിനക്ക് നിന്റെ കാര്യം നേടണം, അതല്ലടി നിന്റെ ചിന്ത. എൻ്റെ മോനെയും അവൻ്റെ കുടുംബത്തിനെയും ചതിച്ചവനാ നീ. അതിനു വേണ്ടുന്ന ശിക്ഷ ഞാൻ നിനക്ക് തന്നു, എന്നിട്ടും നീ പാഠം പഠിക്കുന്നില്ലല്ലോടി എന്ന് ചന്ദ്ര. അന്നേരം ആൻറ്റി എന്നെ ഒന്ന് വിശ്വസിക്കണം. ഞാൻ ആൻറ്റിയെ കൊടുക്കാൻ നോക്കിയിട്ടില്ലെന്ന് ശ്രുതി. ഞാൻ സ്വർണ്ണം തന്നെയാണ് കൊടുത്തു വിട്ടത്. അന്നേരം വായൊടുക്കടി, വീണ്ടും കള്ളം എൻ്റെ മുന്നിൽ നിന്ന് പറയല്ലേ. നീ എന്ത് സൂത്രം പ്രയോഗിച്ചാലും എൻ്റെ വീട്ടിൽ ഇനി നിനക്ക് കയറാൻ പറ്റില്ല, എൻ്റെ മോനോടൊപ്പം ജീവിക്കാനും നിനക്ക് പറ്റില്ല. നിന്നെ ഡിവോഴ്സ് ചെയ്ത് ഞാൻ എൻ്റെ മോനെ കൊണ്ട് കോടീശ്വരിയായ ഒരു പെണ്ണിനെ കെട്ടിക്കുമെന്ന് ചന്ദ്രമതി ശ്രുതിയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുക. നിന്നെ കെട്ടിയില്ലായിരുന്നെങ്കിൽ വേറെ പെണ്ണിനെ അവന് കിട്ടില്ലായിരുന്നു എന്ന് നീ പറഞ്ഞില്ലേ? മണ്ടനും കഴിവ് കെട്ടവനുമായ അവനെ നീയാണ് നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ചതെന്ന് നീ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഇതിനൊക്കെയുള്ള മറുപടി നിനക്ക് ഞാൻ വൈകാതെ തന്നെ തരുന്നുണ്ടടി എന്നും ചന്ദ്രശ്രുതിയോട് പറയാണ്. നിന്റെ താലി അധികം പൊട്ടിക്കുവടി. അപ്പം ആൻറ്റി നിന്റെ കള്ളത്തരം കാരണം എൻ്റെ മോൻ കുറേ അനുഭവിച്ചു. ഇപ്പോൾ ഒരു രാത്രി ലോക്കപ്പിലും കിടന്നു. അപ്പോഴത്തേക്ക് ശ്രുതി നിന്ന് കരയും ആൻറ്റി എന്നും വിളിച്ചു. ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ് നിനക്ക് നല്ലത്. അതും പറഞ്ഞ് ചന്ദ്ര ഇങ്ങോട്ട് പോരാൻ തുടങ്ങുമ്പോൾ സച്ചിയും ശ്രുതിയും കൂടി ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അമ്മ എന്താണോ അകത്ത് പോയി ചെയ്യുന്നതെന്നറിയാം. അവൻ്റെ പുറകെ വരാതെ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കുമെന്നും ചന്ദ്ര. ആൻറ്റി അങ്ങനെയൊന്നും പറയല്ലേന്ന് പറഞ്ഞ ശ്രുതി. എല്ലാം ചെയ്തു കൂട്ടിയിട്ട് അവളുടെ ഒരു കൊള്ള കണ്ണുനീരെന്ന് പറഞ്ഞ് പിന്നെയും കൊടുക്കും അടി. അപ്പോൾ വലിയ ഒച്ചത്തിൽ കാർച്ച കേൾക്കാം ശ്രുതിയുടെ കരച്ചിലാണല്ലോ കേൾക്കുന്നത്. അമ്മ അടിക്കണം നീ വന്നേന്ന് പറഞ്ഞ് ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ആൻറ്റി അടിക്കലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെങ്ങനെ നിൽക്കാം. അപ്പോഴേക്കും ഇവർ ഓടിച്ചെന്ന് ഈ കാഴ്ച കണ്ടു. അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ചെല്ലുക കേട്ടോ. അമ്മ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ ഇവിടം കൊണ്ടൊന്നും തീരില്ലടി, നീ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളടി, നീ നോക്കിക്കോടി, നിന്റെ താലി ഞാൻ പൊട്ടിക്കുമെന്ന് ചന്ദ്രമതി ശ്രുതിയോട് തറപ്പിച്ച് പറഞ്ഞു. അന്നേരം അമ്മേ എന്ന് പറഞ്ഞ ശ്രുതി ഒരു വിളി. ശ്രുതിയെ ചന്ദ്ര ഒരു നോട്ടവും നോക്കി. സച്ചി ഇങ്ങനെ നിൽക്കാം. എടീ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പിന്നെയും തല്ലാൻ ചെല്ലുമ്പോൾ വേണ്ടെന്ന് അമ്മ ഇങ്ങ് വന്നേ വാ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോകും അവർ. അപ്പോൾ ഞാൻ ചെയ്യുന്നതെല്ലാം അബദ്ധമാകുവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക. മൊത്തം കാര്യങ്ങളും കയ്യിൽ നിന്ന് പോയല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ശ്രുതി ഇങ്ങനെ ആകെ പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു ചേട്ടൻ ഫോൺ വിളിക്കുക. അപ്പോൾ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ നല്ലൊരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതിന് വേറൊരു സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വർഷയെ വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ വേറെ സ്ഥലമോ എന്നാൽ ഞങ്ങളത് വന്ന് കാണാമെന്ന് പറഞ്ഞ് വർഷ ഫോണിൽ സംസാരിക്കുന്നു. അപ്പോഴത്തേക്കും ശ്രീകാന്ത് വന്നിങ്ങനെ അടുത്ത് നിൽക്കുന്നു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകാന്തേ നീ ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ പിടിച്ച് അവിടെ ഇരുത്തി. നോക്ക്, ഒരു ബ്രോക്കറാ ശ്രീകാന്തെ ഇപ്പോൾ വിളിച്ചേ, റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറ്റിയ 2 സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് മൈത്രി നഗറിലും മറ്റൊന്ന് പാലത്തറ ബസ് സ്റ്റാൻഡിനും അടുത്താണ്. നമുക്കതൊന്ന് പോയി നോക്കിയാലോ എന്ന് വർഷ ശ്രീകാന്തിനോട് പറയാം. ശ്രീകാന്ത് അന്നേരം ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കും കേട്ടോ. അപ്പോൾ നീ എന്താ ശ്രീകാന്തി ഒന്നും മിണ്ടാത്തേ? അപ്പോൾ നീ എന്തിനാ ഇത്ര ധൃതി കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും നിൻ്റെ തലയിൽ കയറിയിട്ടില്ലല്ലേ എന്ന് ചോദിച്ചു വർഷ. അപ്പോൾ എല്ലാം നീയായിട്ട് തന്നെ ചാടിക്കയറി തീരുമാനിക്കല്ലേ, ഇതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട വർഷേ. നിൻ്റെ ഡെലിവറിയൊക്കെ ഒന്ന് ആദ്യം കഴിയട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് ഡെലിവറിയുടെ കാര്യം എടുത്തിട്ടു. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിനെക്കുറിച്ചല്ലേ ഡിസ്കസ് ചെയ്യുന്നേ, അതിനെക്കുറിച്ച് നീ പറയാൻ പറഞ്ഞു വർഷ. ശ്രീകാന്തേ നോക്ക്, സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്നുള്ളത് ശ്രീകാന്തിൻ്റെ ഡ്രീമല്ലേ. സ്വപ്നം പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ നോക്കണം. വെയിറ്റ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല, എത്രയും പെട്ടെന്ന് റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കും. നോക്ക്, പ്രിയയുടെ റെസ്റ്റോറൻറ്റിൽ മാത്രമല്ല
ഓരോ റെസ്റ്റോറൻറ്റിലും ഇനി ശ്രീകാന്തിനെ വർക്ക് ചെയ്യാൻ ഞാൻ വിടില്ല എന്നായി വർഷ. ശ്രീകാന്തിന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം റെസ്റ്റോറൻറ്റിൽ തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് വർഷ. ശ്രീകാന്ത് പല രീതിയിലും പറഞ്ഞു നോക്കി, വർഷ അടുക്കുന്നില്ല. ആ സ്ഥലം നോക്കാൻ നാളെ ശ്രീകാന്ത് എൻ്റെ കൂടെ വരും. ഒരു ഒഴിഞ്ഞു മാറലിനും ഞാൻ സമ്മതിക്കില്ല. 2 സ്ഥലത്തിൽ ഏത് വേണമെന്ന് നാളെ തന്നെ ഉറപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു വർഷ. ശ്രീകാന്തിനെ ശരിക്കും വരിഞ്ഞു മുറുക്കി കഴിഞ്ഞു വർഷയെ. ശ്രീകാന്തിനെ ഇഷ്ടപ്പെട്ടില്ല. ശ്രീകാന്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഇത് കഴിഞ്ഞപ്പം സുധിയും ചന്ദ്രയും സച്ചിയും കൂടെ വീട്ടിലേക്ക് വരിക. വാള ഇങ്ങോട്ടെന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് വരിക. എൻ്റെ മോനെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഓടി ഇറങ്ങി ചെല്ലുമ്പോൾ ദേ വന്ന് നിൽക്കുന്നു കള്ളൻ, അമ്മയെ പറ്റിച്ചവൻ എന്ന് പറഞ്ഞാൽ ചന്ദ്ര വന്ന് ഭയങ്കര ഇത്. സച്ചു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ ഒരുത്തിനില്ലാന്ന് കരുതി തിരിഞ്ഞു നോക്കാൻ പാടില്ലായിരുന്നു എന്ന് ചന്ദ്ര. എന്ത് ചെയ്യാനാ, മോനായി പോയില്ലേ. ഓ, ജയിലിൽ കിടത്താൻ മനസ്സ് വന്നില്ല എന്ന് ചന്ദ്ര. അതാ കൂട്ടിക്കൊണ്ട് വന്നതെന്നും ചന്ദ്രമതി ഇങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ, എന്തിനാടാ ഇങ്ങനെ തലയും കുനിച്ച് നിൽക്കുന്നേ, നിനക്കിതൊന്നും പുതുമയുള്ള കാര്യമല്ലല്ലോ. എടാ നിന്നെ ഓർത്ത് ഞങ്ങളല്ലേടാ എന്നും ഇങ്ങനെ തല കുനിച്ച് നിൽക്കുന്നേ, നാട്ടുകാരുടെ മുന്നിൽ ഇനി എങ്ങനെയാടാ തലയോർത്തി പിടിച്ച് നടക്കുക, എങ്ങനെയാണ് നടക്കാമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും കൊടുത്തു സുതിക്കിട്ട് കുറേ. അച്ഛ വേണ്ട അച്ഛാന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും ശ്രീകാന്തും വന്ന് തടഞ്ഞു. അപ്പോഴേക്ക് രേവതി ഓടി ഇറങ്ങി വരിക. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുവാണ്. മനുഷ്യൻ്റെ വില കളയാനായിട്ട്, മനുഷ്യനെ നാണം കെടുത്താനായിട്ട് എന്തിനാണോ ഇങ്ങനെയൊക്കെ എന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഇത്. അപ്പോൾ കുടുംബത്തിൻ്റെ സമാധാനം കളഞ്ഞൊരു ജന്മമായി പോയല്ലോടാ നിൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ. ദേ അറിയാറായ കാലം മുതൽക്കേ തുടങ്ങിയതല്ലേടാ നീ ഇത്. പണം പണം പണം, അതിനു വേണ്ടി എന്ത് വൃത്തികേടും നീ കാണിക്കില്ലേടാ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും സുധി ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. എത്ര പ്രാവശ്യം കിട്ടിയടാ നിനക്ക്, എന്നിട്ട് നീ പാഠം പഠിച്ചില്ലേടാ, നീ ഇനി എന്ന് പഠിക്കാനാടാ എന്നും ചോദിച്ചാൽ ഈ അച്ഛൻ. രേവതി ഇങ്ങനെ വിഷമിച്ച് ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കാം. മുക്ക് പണ്ടും എടുത്ത് പണയം വയ്ക്കാൻ പോയിരിക്കുകയാണെന്നും പറഞ്ഞ്, നിന്നെപ്പോലെ വിഡ്ഢികളാണ് ബാങ്കിലിരിക്കുന്നതെന്നും നീ കരുതിയോടാന്ന് ചോദിച്ചു. സുധിയേട്ടാ എന്ത് മണ്ടത്തരമൊക്കെ കാണിച്ചതെന്ന് ശ്രീകാന്ത് ചോദിച്ചു. ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അത് റോൾഡ് ഗോൾഡ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് സുധി. അറിയില്ലായിരുന്നത്രേ. എടാ കുറെ പഠിച്ചിട്ടില്ലേടാ നീ? നാഴികയ്ക്ക് 40 വട്ടം പറയും 7 ഡിഗ്രി ഉണ്ട് 8 ഡിഗ്രി ഉണ്ടെന്നൊക്കെ. സ്വർണം മുക്കുകൊണ്ടോ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റില്ലടാ. അതുപോലും അറിയില്ല ഇവന്. അതിനുള്ള ബുദ്ധി പോലും ഇല്ലാത്തൊരുത്തൻ. ബുദ്ധി ഉണ്ടെങ്കിൽ ഇവൻ ഇങ്ങനെ ആയി പോവായിരുന്നു അച്ഛാന്ന് സച്ചി ചോദിച്ചു. എടാ ശ്രുതിക്ക് കൊടുക്കാനായിട്ട് മീരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടില്ലേ ചന്ദ്ര നിനക്ക് ആഭരണം നിന്റെ കയ്യിൽ തന്നുവിട്ടത്? എന്നിട്ട് നീ എന്താടാ അത് അവളെ ഏൽപ്പിക്കാതെ ഈ തെണ്ടിത്തരം കാണിച്ചതെന്ന് അച്ഛൻ ചോദിക്കുക. എന്നിട്ട് ഏൽപ്പിച്ചു എന്ന് അമ്മയോട് കള്ളം പറയുകയും ചെയ്തു. അതിനുശേഷമാണ് പണയം വയ്ക്കാൻ പോയതെന്ന് രേവതി. അത് ഡീലർക്ക് കാശ് കൊടുക്കാനുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് ഞാനെടുത്ത് പണയം വയ്ക്കാൻ പോയതെന്ന് പറഞ്ഞപ്പം സുധിയേട്ടാ കാശിന് അത്ര അത്യാവശ്യമാണെങ്കിൽ അത് വീട്ടിൽ പറയണം, ഞങ്ങളൊക്കെ ഏട്ടനെ സഹായിക്കില്ലേന്ന് ചോദിച്ചു. ആരെന്നെ സഹായിക്കും? കളിയാക്കും എന്നെ എല്ലാവരും കൂടി, എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തും. ഡീലർക്ക് കാശ് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം കടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് സുധി അന്നേരം പറയുക. ഇതൊക്കെ കേട്ട് ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുവാണെന്നേരം ആ സമയത്ത്. എൻ്റെ ശ്രുതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥയൊന്നും വരത്തില്ലായിരുന്നു. അവൾ കാശ് എവിടുന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് കൊടുത്തേനെ എന്ന് സുധി അന്നേരം പറയാം. അവളുടെ പേര് പോലും ഇനി ഈ വീട്ടിൽ മിണ്ടിപ്പോയേക്കരുതെന്ന് ചന്ദ്ര അന്നേരം പറഞ്ഞു. അവൾ കാരണം നീ ഒരു രാത്രി ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നതെന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടെ പറയുന്നു. എന്നെ പറ്റിച്ച കള്ളിക്കാ ഞാൻ വീട്ടിൽ പോയി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിൻ്റെ മകനും അവളും തമ്മിൽ എന്താ വ്യത്യാസം ചന്ദ്രേ? രണ്ടും ഒരാഴ്ചയിൽ വാർത്തെടുത്തതുപോലെ തന്നെ അല്ലേ എന്ന് അച്ഛൻ അന്നേരം ചോദിച്ചു. സുധി അന്നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ സച്ചി അത് കറക്റ്റാണെന്ന് പറഞ്ഞു. അത് അവളെ കല്യാണം കഴിച്ച സമയത്ത് ഞാൻ പറഞ്ഞതാണ് രണ്ടുപേരും ഫ്രോഡുകളാണെന്ന്. അപ്പോഴേക്കും അത് കേട്ട് ശ്രുതി മുക്കുവണ്ടം തന്ന് നിങ്ങളെയൊക്കെ പറ്റിച്ചു, അമ്മയുടെ മോൻ അത് മേരി ഏൽപ്പിച്ചു എന്നും പറഞ്ഞ് അമ്മയെ പറ്റിച്ചു. രണ്ടും അച്ഛനും സച്ചേട്ടനും പറഞ്ഞതുപോലെ രണ്ടുപേരും കണക്കാണെന്ന് രേവതി. മിണ്ടായിരിക്കടി, നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ എന്ന് രേവതിയുടെ ചന്ദ്ര പറഞ്ഞു. ഏട്ടത്തി പറഞ്ഞത് കറക്റ്റല്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്ത്. സച്ചേട്ടൻ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിലേ ഇദ്ദേഹം ഇപ്പോഴും ജയിലിൽ തന്നെ കിടന്നേനെ എന്ന് രേവതി പറയുകയാണ്. അത് കേട്ടപ്പോൾ ഇങ്ങനെ തലയും കുനിച്ചിങ്ങനെ നിൽക്കുക നമ്മുടെ സുധി. എടാ നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിന്നെ മാത്രമല്ല അതേ കുടുംബത്തിലുള്ള എല്ലാവരെയും ബാധിക്കും. അന്നേരം അച്ഛാ ഞാൻ വഴക്കും അടിപിടിയൊന്നും അല്ല ഉണ്ടാവുക, പക്ഷേ നിന്നെ സ്നേഹിക്കുന്നവരാ ഇവിടെയുള്ള എല്ലാവരും. അത് നീ ഓർന്നു പോകരുത്. നിൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ്, അതാദ്യം നീ മനസ്സിലാക്ക്. അതുകൊണ്ടാണ് സച്ചി നിന്നെ ഇറക്കിക്കൊണ്ട് വന്നതെന്ന കാര്യവും പറഞ്ഞു. അപ്പോഴത്തേക്കും സുധി ഇങ്ങനെ സച്ചി ദയനീയമായിട്ട് നോക്കുക കേട്ടോ. ചന്ദ്ര ഇങ്ങനെ തല കുനിച്ച് നിൽക്കുന്നു. നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ കുടുംബത്തിൽ അല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവരെ കൂടി ഒന്ന് ഓർക്കണ്ടേടാ. എന്തിനാടാ ഞങ്ങളെ ഇങ്ങനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നത്? എന്താ നിനക്കതുകൊണ്ട് കിട്ടണേ?
അച്ഛാ എനിക്ക് തെറ്റുപറ്റിപ്പോയി, അച്ഛൻ എന്നോട് ക്ഷമിക്കണമെന്നായി പിന്നെ ശ്രുതി. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പം ഇങ്ങനെ എപ്പോഴും പറഞ്ഞോണ്ടിരുന്നിട്ട് എന്താണ് കാര്യം? എപ്പോഴും നീ പറയാറുള്ളതല്ലേ. ഇനിയെങ്കിലും നീ ഒരു പാഠം പഠിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ശ്രുതിയോട് പറയുന്നു. അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ ഉണ്ടാകുമെന്നും പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ശ്രുതിയെ ചുറ്റിനെ നിന്ന് ഉപദേശിക്കായി. അവിടെ ആര് കേൾക്കാൻ? അതെനിക്ക് അച്ഛൻ പറഞ്ഞു അവനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, അവൻ എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. അവനൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനേ ഇന്നലെ തൊട്ട് ഇന്ന് വരെ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു ബിരിയാണി വാങ്ങിച്ചറിയാൻ ഞാൻ പോലീസുകാരനോട് പറഞ്ഞു, പക്ഷെ വാങ്ങിച്ചു തന്നില്ല. ദുഷ്ടൻ. എനിക്ക് ഈ വീട്ടിൽ മാത്രമേ ഭക്ഷണമുള്ളൂ, പോലീസ് സ്റ്റേഷനിൽ ഭക്ഷണമില്ല. വാ അമ്മേ, അമ്മേ കൂമ്പ് കത്തുന്നു, എൻ്റെ ഈശ്വര എന്തൊരു വിശപ്പെന്ന് പറഞ്ഞു ശ്രുതി അകത്തേക്ക് കയറിപ്പോയപ്പം എൻ്റെ പൊന്നെ കണ്ടില്ല അച്ഛൻ, ഒരു കൂസലുമില്ല, എനിക്കൊന്നും കണ്ടു വെക്കാൻ വയ്യെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അകത്തേക്ക് കയറിപ്പോയി. വല്ലാത്തൊരു മനുഷ്യനാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സച്ചേട്ടൻ്റെ ഏട്ടൻ നന്നാവാനൊന്നും പോകുന്നില്ല കേട്ടോ എന്ന് രേവതി. അപ്പോൾ അത് ആർക്കും അറിയാത്ത നീങ്ങ് വാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതിയെ കൂട്ടിക്കൊണ്ട് സച്ചി അകത്തേക്ക് കയറിപ്പോയി. പിന്നെ ഇത് എങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ അടുത്തേക്ക് മീര വരുമോ, ഞാനിവിടെ ഇല്ലാതിരുന്നത് ഭാഗ്യം, ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും അടി കിട്ടിയാനെന്നും പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാലും നീ എൻ്റെ തലയെ കൊണ്ടിടാൻ നോക്കിയല്ലോടി, പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ, ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി മീരയോട് ചോദിക്കുക. എന്തെങ്കിലും ഒരു വഴി കാണുന്ന സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.